ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. സ്റ്റഡി വിത്ത് ഹിദായ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 PSC നടത്തിയ ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിലും നമ്മളൊരു PYQ സെഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്? മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. അത് ശരിയാണ് അല്ലേ. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഡൈനാമിക് മീൻസ് എന്താണ്? ചേഞ്ചസ്, എപ്പോഴും മാർക്കറ്റിൽ ചേഞ്ചസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എഫക്റ്റ് ദ മാർക്കറ്റിംഗ് മാനേജേഴ്സ് എബിലിറ്റി ടു സെർവ് ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനായിട്ടുള്ള മാനേജേഴ്സിൻ്റെ എബിലിറ്റീനെ എന്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ശരി തന്നെയാണ്. അങ്ങനെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഈസ് കൺട്രോളബിൾ. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഡൈനാമിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്? അൺകൺട്രോളബിൾ ആണ്. നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഈസ് അൺകൺട്രോളബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആർ ഇൻ്റർ റിലേറ്റഡ്. ശരിയാണ്. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒക്കെയാണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതൊക്കെ ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, സെക്കൻഡ് ശരിയാണ്, ഫോർത്ത് വണ്ണും ശരിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ഇതിലെ ആൻസർ വരുന്നത് കേട്ടോ. ഇതിൽ ഓപ്ഷൻ ബി ആണ്. ഓൺലി ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ക്രിയേറ്റ്. ഫസ്റ്റ് വൺ, ഫോം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. അടുത്തത് ടൈം യൂട്ടിലിറ്റി ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റി. അടുത്തത് പ്ലേസ് യൂട്ടിലിറ്റി ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റി. ലാസ്റ്റ് വൺ, ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ക്രിയേറ്റ്, ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളുടെ എൻഡ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കണം അല്ലേ. അതിനുള്ള സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് പ്രൊസീജിയേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും വരും, വെയർ ഹൗസിങ്ങും വരും. ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് പ്ലേസ് യൂട്ടിലിറ്റിയും, വെയർ ഹൗസിങ്ങിൽ നമുക്ക് ടൈം യൂട്ടിലിറ്റിയും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ക്രിയേറ്റ്, ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതായത് പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴുള്ള കറക്റ്റ് സീക്വൻസ് പറയാനാണ് പറയുന്നത്. ഇതിൽ ഓപ്ഷൻസ് കുറച്ച് വലുതാണ്, അതുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. ഇതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, ഐഡിയ ജനറേഷൻ. നെക്സ്റ്റ്, ഐഡിയ സ്ക്രീനിങ്. നെക്സ്റ്റ്, കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്. അടുത്തത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ്, ബിസിനസ് അനാലിസിസ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, കമേഴ്ഷ്യലൈസേഷൻ. അതായത് ആദ്യം തന്നെ നമ്മൾ എന്താണ്? ഐഡിയ ജനറേറ്റ് ചെയ്യണം. ഏത് പ്രൊഡക്റ്റാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ധാരണ നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഐഡിയ ജനറേഷനാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ ഐഡിയ സ്ക്രീനിങ് ചെയ്യണം. അടുത്തത് പറയുന്നത് ഐഡിയ സ്ക്രീനിങ്. അതായത് നമ്മളെടുത്ത ഐഡിയ സ്ക്രീൻ ചെയ്യണം. മീൻസ് എന്താണ്? നമ്മളെടുത്ത ഐഡിയ കൺസ്യൂമേഴ്സിൻ്റെ വാണ്ട്സും നീഡ്സും ഒക്കെ അനുസരിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുമോ? പിന്നെ നമ്മുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഗോള് നമുക്ക് ഈ ഒരു ഐഡിയയിൽ കൂടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ ആയിട്ട് ഐഡിയ സ്ക്രീനിങ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ചെയ്യണം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ചെയ്യണം. അതായത് കുറേ അധികം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ബിസിനസ് അനാലിസിസ് ചെയ്യണം. പിന്നെ എന്താണ്? അതനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷം ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് വിടണം. ടെസ്റ്റ് മാർക്കറ്റിന് വിട്ട് ആ പ്രോഡക്റ്റ് സക്സസ് ആവുകയാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് കസ്റ്റമറിന് ഇഷ്ടമായി, അവിടെ വാണ്ട്സ് ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കമേഴ്ഷ്യലൈസേഷൻ ചെയ്യണം.
ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നും കൂടി പറയാം. ഐഡിയ ജനറേഷൻ, ഐഡിയ സ്ക്രീനിങ്, കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ്, ബിസിനസ് അനാലിസിസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, കമേഴ്ഷ്യലൈസേഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ മാർക്കറ്റേഴ്സ് ഗോ ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ വലിയൊരു ബ്രോഡ് മാർക്കറ്റ് വേരിയസ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതെന്തിനനുസരിച്ചായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സും ഡിസയേഴ്സും നീഡ്സും ഒക്കെ അനുസരിച്ചായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിലത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സെയിം നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇപ്പോൾ ഒരേ നീഡ്സും വാണ്ട്സും ആണെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അവിടുത്തെ വാണ്ട്സും നീഡ്സും ഒക്കെ ഡിഫറെൻ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ വലിയ മാർക്കറ്റ് എന്തായി ഓരോരോ സെഗ്മെൻറ്റായി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫർ ഇൻ പർച്ചേസിങ് പവർ ആൻഡ് ബൈയിങ് ഹാബിറ്റ്സ്. അത് ശരിയാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റേഴ്സ് സെഗ്മെൻറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? അവിടുത്തെ പർച്ചേസിങ് പവേഴ്സും ബൈയിങ് ഹാബിറ്റ്സും ഡിഫറെൻ്റ് ആണ്. അത് ശരിയായിട്ടുള്ള പോയിൻ്റാണ്. തേർഡ് വൺ, ഡെവലപ്പ് ന്യൂ പ്രോഡക്റ്റ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ്. ന്യൂ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നു. അതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓൺലി സെക്കൻഡ് ആൻഡ് തേർഡ് ആർ കറക്റ്റ്. ഓക്കെ. രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടെല്ലിംഗ് ദ മാർക്കറ്റ് അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ്. ടെല്ലിംഗ് ദ മാർക്കറ്റ് അബൌട്ട് എ ന്യൂ പ്രൊഡക്റ്റ്. അത് ശരിയാണ് അല്ലേ. ന്യൂ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് മാർക്കറ്റിനോട് പറയുകയാണ് അല്ലേ. അത് ശരിയാണ്. അത് അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, എൻകറേജ് സ്വിച്ചിങ് ടു കോമ്പറ്റേറ്റേഴ്സ് ബ്രാൻഡ്. അത് ശരിയാണോ? കോമ്പറ്റേറ്റേഴ്സിൻ്റെ ബ്രാൻഡിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന്. അതൊരിക്കലും അല്ല അല്ലേ. നമ്മളുടെ ബ്രാൻഡിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കോമ്പറ്റേറ്റേഴ്സിൻ്റെ ബ്രാൻഡിന് നമ്മൾ അഡ്വർടൈസിങ്ങിലൂടെ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ബ്രാൻഡിനെ സ്വിച്ചിങ് ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് തെറ്റായ പോയിൻ്റാണ്. തേർഡ് വൺ, കീപ്പിംഗ് ദ പ്രൊഡക്റ്റ് ഇൻ ബയേഴ്സ് മൈൻഡ് ഡ്യൂറിങ് ഓഫ് സീസൺ. ഓഫ് സീസണിലും എന്താണ് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ബയേഴ്സിൻ്റെ ഒരു മൈൻഡിൽ ഒരു കീപ്പ് ചെയ്യാനായിട്ട്. അത് ശരിയാണ് അല്ലേ. ഓഫ് സീസണിലും പ്രൊഡക്റ്റിനെ കുറിച്ചൊരു ധാരണയൊക്കെ ബയേഴ്സിൻ്റെ മൈൻഡിൽ വരുത്തി വയ്ക്കണം. അത് ശരിയാണ്. നെക്സ്റ്റ് വൺ, ചേഞ്ച് ബയർ പെർസെപ്ഷൻ ഓഫ് പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ്. അതും ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. അതായത് എന്താണ്? പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചിട്ട് ബയേഴ്സിൻ്റെ ധാരണ എന്താണ്? അത് ചേഞ്ച് ആക്കുക. അതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. അപ്പോൾ 98ാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരുന്നത് സി ആണ്. ഓൺലി ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫോർത്ത് ആർ കറക്റ്റ്. ഓക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെയും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് വരുന്നത് ടാർഗറ്റ് മാർക്കറ്റിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സർവീസസ്. ടാർഗറ്റ് മാർക്കറ്റ് സർവീസസിന് സ്യൂട്ടബിൾ അല്ലാന്ന്. അല്ല, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ടാർഗറ്റ് മാർക്കറ്റിംഗ് സ്യൂട്ടബിൾ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിനും സർവീസസിനും സ്യൂട്ടബിൾ ആണ്. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫേംസ് ക്യാൻ എക്സ്പാൻഡ് ദ മാർക്കറ്റ് ഷെയർ ത്രൂ ടാർഗറ്റ് മാർക്കറ്റിംഗ്. അത് ശരിയാണ്. ഫേംസ് ക്യാൻ എക്സ്പാൻഡ് ദ മാർക്കറ്റ് ഷെയർ കൂട്ടാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ത്രൂ ടാർഗറ്റ് മാർക്കറ്റിംഗ്. ടാർഗറ്റ് മാർക്കറ്റിംഗ് വഴി ഫേംസിന് മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അത് ശരിയായിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇവിടുത്തെ കോഡ് ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു അസേഷനും റീസണും തന്നിട്ടുണ്ട്. അസേഷൻ പറയുന്നത് ഇൻ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് റിയലി ഗുഡ് ആൻഡ് ദ പ്രൈസ് ഈസ് റീസണബിൾ ദർ ഈസ് നോ നീഡ് ഫോർ സ്പെഷ്യൽ മാർക്കറ്റിംഗ് എഫേർട്സ്. അതായത് പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റ് നൈസാണ്, റീസണബിൾ പ്രൈസിനുമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദർ ഈസ് നോ നീഡ് ഫോർ സ്പെഷ്യൽ മാർക്കറ്റിംഗ് എഫേർട്ട്. സ്പെഷ്യൽ മാർക്കറ്റിംഗ് എഫേർട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. റീസൺ പറയുന്നത് producing best possible product is not enough to purchase a product if effective sales promotion is needed. നമ്മൾ എത്ര ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും സെയിൽ പ്രൊമോഷൻ എന്തായാലും വേണമെന്ന്. അത് ശരിയാണ് അല്ലേ.
ഓപ്ഷൻ എയും ശരിയാണ്, റീസണും ശരിയാണ് കേട്ടോ. അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്. കാരണം നമ്മൾ എത്ര ചീപ്പ് റേറ്റിന് അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അതിന് നമ്മൾ പ്രൊമോഷൻ കൊടുക്കണം, നല്ല രീതിയിൽ തന്നെ ആ പ്രോഡക്റ്റിന് സെയിൽസ് പ്രൊമോഷൻ നമ്മൾ കൊടുക്കണം. എന്നാലാണ് ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. PYQ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിലബസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ആ സിലബസ് ക്ലാസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.